അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖൂലൂ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളോടും അതുപോലെ യാക്കൂബ് നബി അദ്ദേഹത്തിൻ്റെ മക്കളോടും വസിയത്ത് ചെയ്തത് അദ്ദീനാണ്, അള്ളാഹുവിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ സമർപ്പിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് അദ്ദേഹം വസിയത്ത് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും യഹൂദർ പറയുന്നത് സന്മാർഗം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ യഹൂദിയാകണമെന്നാണ്. നസ്വാറാക്കൾ പറയുന്നത് നിങ്ങൾ നസ്രാനിയാകണമെന്നാണ്. എങ്കിലേ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയൂ. വക്കാലു കൂനു ഹൂദൻ ഔ നസ്വാറ, അവർ പറയുന്നു നിങ്ങൾ യഹൂദിയാകൂ അല്ലെങ്കിൽ നസാറ. നസാറാക്കൾ പറയുന്ന നസ്രാനിയാകൂ. തെഹ്തദു, അതുവഴി നിങ്ങൾ സന്മാർഗം കണ്ടെത്തും. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാകും. നിങ്ങൾ യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ, അവനിലേക്ക് എത്തണമെങ്കിൽ യഹൂദിയാകണമെന്നും നസ്രാനിയാകണമെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, ബൽ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, നിങ്ങളുടെയൊക്കെ പാട്രിയാർക്കായ അള്ളാഹുവിനെ ഏകദൈവാരാധനയൊക്കെ കാണിച്ചു തന്ന, അതിൻ്റെയൊക്കെ ഒരു ഇമാമായ, ഏകദൈവാരാധന എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നൊക്കെ സബ്സിക്വൻ്റ് ജനറേഷനെ പഠിപ്പിച്ച അതിൻ്റെ ഇമാമായ ഇബ്രാഹിം ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ പാട്രിയാർക്ക്, നമ്മുടെയൊക്കെ പൂർവ്വപിതാവായ ഇബ്രാഹിമിൻ്റെ ഒരു ചര്യയുണ്ട്. അത് വക്രതയില്ലാത്തൊരു മാർഗമാണ്. അതാണ് ഫോളോ ചെയ്യേണ്ടത്, അതാണ് പിൻപറ്റേണ്ടത്. അദ്ദേഹമാണ് കാണിച്ചു തന്നത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. റുക്കുവും സുജൂദും ഒക്കെ അദ്ദേഹമാണ് പഠിപ്പിച്ചത്. അദ്ദേഹമാണ് ഭവനമുണ്ടാക്കിയത്, സംഘടിതമായിട്ട് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്. അദ്ദേഹമാണ് ഭവനത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഹജ്ജ് പഠിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ ഇമാം അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഋജുവായ പാതയുണ്ട്, ആ പാതയാണ് പിൻപറ്റേണ്ടത്. നിങ്ങൾ പറയുന്നത്, യഹൂദികൾ പറയുന്നത് ആ ഗോത്രത്തിലേക്ക് ചേക്കേറാനാണ്. അതിനൊരു വലിയ പ്രോസസ്സുണ്ട്. ആ ഗോത്രത്തിലേക്ക് അവർ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യഹൂദിയായി മാറാം. ജെൻറ്റൈൽസിനും അങ്ങനെ യഹൂദിയായിട്ട് മാറാം. നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം ബാപ്റ്റിസം കഴിഞ്ഞാൽ, മാമോദിസ കഴിഞ്ഞാൽ, മാമോദിസയിലൂടെ നമുക്ക് ക്രിസ്ത്യാനിയായി മാറാം. മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടും, വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടുള്ള മാമോദിസയുണ്ട്, തലയിലൂടെയൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടുള്ള മാമോദിസയുണ്ട്. വ്യത്യസ്ത രീതികളാണ് വ്യത്യസ്ത ചർച്ചുകളിലുള്ളത്. ജനിച്ച ചെറിയ കുട്ടികളെ മാമോദിസ കഴിക്കും. അതല്ലാതെ ഒരു പ്രായപൂർത്തിയായി വകതിരിവെത്തിയതിനു ശേഷം ബാപ്റ്റിസം ചെയ്യുന്ന ചർച്ചുകളുമുണ്ട്. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് പെന്തക്കോസ്തുകാരൊക്കെ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്കും ഇത്തരത്തിലുള്ള കുളിയുണ്ട്, വെള്ളം കൊണ്ടുള്ള അഭിഷേകം. അവർക്ക് വെള്ളത്തിൽ മുങ്ങിക്കുളിയും മറ്റുമൊക്കെ ഉണ്ട്. പാപങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് കുളിക്കണം. അത്തരത്തിൽ പാപമോചനത്തിന് വേണ്ടിയിട്ട് കുളിക്കുക എന്നുള്ളത് എല്ലാവരുടെയും തൗബക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുളി. യഹ്യ അലൈഹിസ്സലാം ആളുകളെ കുളിപ്പിച്ചിരുന്നു. യഹ്യ അലൈഹിസ്സലാമിന് അതുകൊണ്ട് അവർ ക്രിസ്ത്യാനികൾ വിളിക്കുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ്. അദ്ദേഹമാണ് ഈസാ അലൈഹിസ്സലാമിനെ, ജീസസിൻ്റെ ബാപ്റ്റൈസ് ചെയ്തതും അദ്ദേഹമാണ് എന്ന് പറയുന്നു. അപ്പം അവർ പറയുന്നത് ഇങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ കയറിക്കഴിഞ്ഞാൽ യഹൂദർ പറയുന്നു നിങ്ങൾ പ്രിയപ്പെട്ടവരായി മാറും. നസ്വാറാക്കൾ പറയുന്നത് നിങ്ങൾ ദൈവപുത്രനിൽ വിശ്വസിക്കുക വഴി നിങ്ങളിൽ പരിശുദ്ധാത്മാവ് കുടികൊള്ളും, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് അവരുടെ വിശ്വാസം. ദൈവപുത്രനിൽ വിശ്വസിക്കുക വഴി നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് സാൽവേഷനുണ്ട്, നിങ്ങൾ വഴിതെറ്റില്ല. യഹൂദരെ സംബന്ധിച്ചിടത്തോളം യഹൂദിയാകുക വഴി അവർക്ക് പ്രത്യേക പ്രൊട്ടക്ഷനുണ്ട്. പക്ഷേ അള്ളാഹു പറയുന്നു അങ്ങനെയൊന്നുമല്ല. ബൽ, അങ്ങനെയൊന്നുമല്ല. ഇബ്രാഹീമിൻ്റെ ഒരു മാർഗമുണ്ട്,
അതിലാണ് രക്ഷയുള്ളത്. നിങ്ങളീ പറയുന്ന ഇതിലൊന്നും രക്ഷയില്ല. നിങ്ങളുടെ മാമോദിസയിൽ രക്ഷയില്ല. നിങ്ങളുടെ വംശീയമായ കുപ്പായത്തിലും രക്ഷയില്ല. അള്ളാഹു പറയുന്നുണ്ട് സിബുഗത്തല്ലാ, 138 ആയത്തിൽ പറയുന്നത് സിബുഗത്തല്ലാ, അള്ളാഹുവിൻ്റെ വർണ്ണത്തിലാണ്, അവൻ്റെ മാമോദിസയാണ് രക്ഷ. നിങ്ങളണിഞ്ഞ കുപ്പായത്തിലൊന്നും രക്ഷയില്ല. അതൊന്നുമല്ല അടിസ്ഥാനം. അവൻ്റെ മാമോദിസ, അള്ളാഹുവിൻ്റെ വർണ്ണം, അതിലാണ് രക്ഷ. അവനേക്കാൾ നല്ല വർണ്ണം ആരുടേതാണ്? അവൻ്റെ ഫിത്രത്തിൻ്റെ ഒരു വർണ്ണമുണ്ട്, അവൻ്റെ പ്രകൃതി, അവൻ നൽകിയ പ്രകൃതിയുണ്ട് എല്ലാറ്റിനും. അവനെല്ലാറ്റിനും ഒരു ശുദ്ധമായ ഒരു പ്രകൃതി നൽകിയിരിക്കുന്നു. അതിലവൻ ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ പ്രവാചകന്മാരെയൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സത്യസന്ധത, അദ്ദേഹത്തിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൽബിൽ നൽകിയ തഖ്വ കൊണ്ടാണ് സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്, നന്മയെ തിരിച്ചറിയാൻ കഴിയുന്നത്. അള്ളാഹുവിനെ മനസ്സിലാകുന്നതൊക്കെ പ്രകൃതിപരമായിട്ടുള്ള ഹിദായത്ത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഒരു ഹിദായത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ഹിദായത്ത് വഴിയാണ് പ്രവാചകരെ കണ്ടെത്തുന്നത്, തിരിച്ചറിയുന്നത്. പ്രവാചകൻ്റെ സത്യസന്ധത മനസ്സിലാക്കുക മാത്രമല്ല, അത്തരത്തിലുള്ള വലിയ സത്യസന്ധരായ പ്രവാചകന്മാരെ കാണുമ്പോൾ അവരുടെ സത്യസന്ധതയും ഡെഡിക്കേഷനും അവരുടെ എല്ലാം കണ്ട് ഒരു വളരെ വണ്ടർ ഫീൽ ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ളത്. അത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സ്വന്തത്തെ ജഡ്ജ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ആ ഫിത്രത്തിനുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്ന നന്മ കാണുമ്പോൾ അത് ശരിക്കും മനസ്സിലാകും, ബോധ്യപ്പെടും. മറ്റുള്ളവരുടെ ഉള്ളിലുള്ള നന്മ, അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ അള്ളാഹുവോടുള്ള ബന്ധം, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ അംഗീകരിക്കാനും അവർക്ക് പൂർണ്ണമായിട്ട് അവർ പറയുന്ന അനുസരിക്കാനും സന്നദ്ധനാകാനുള്ള ഒരു പ്രകൃതി മനുഷ്യനുണ്ട്. ആ പ്രകൃതിയാണ് ബെറ്റർ. വമൻ അഹ്സനു മിനല്ലാഹി സിബുക എന്ന് 138 ആയത്തിൽ അതാണ് പറയുന്നത്. അതിനേക്കാൾ നല്ല സിബുഗത്ത്, അള്ളാഹുവിനേക്കാൾ നല്ല വർണ്ണം ആരുടേതാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകുമ്പോൾ എല്ലാ കുപ്പായങ്ങളും അഴിച്ചു വെച്ചുകൊണ്ട് ഒരു നിറവുമില്ലാത്ത, ഒരു വർണ്ണവുമില്ലാത്ത തുണി അണിഞ്ഞുകൊണ്ടാണ് ഹജ്ജിലേക്ക് പുറപ്പെടുന്നത്, ഹജ്ജിലേക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് പ്രവേശിക്കുന്നത്. അതിലുണ്ട് അള്ളാഹുവിൻ്റെ വർണ്ണമണിയുക, നിങ്ങളുടെ എല്ലാ വർണ്ണങ്ങളും അഴിച്ചു വെക്കുക എന്നൊരു സന്ദേശം തന്നെ അതിലുണ്ട്. ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ പറയുമ്പോഴൊക്കെ ഇബ്രാഹിം ഹനീഫാണ്. ഈ ഹനീഫിയത്ത് അത് പ്രത്യേകം എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്നതും പ്രത്യേകം എംഫസൈസ് ചെയ്യുന്നുണ്ട്. അള്ളാഹു നൽകിയ വർണ്ണം എന്നത് ഇബ്രാഹീമിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൂറ നിസായിൽ കാണാം, വമൻ അഹ്സനു ദീനം മിമ്മൻ അസ്ലമ വജ്ഹഹുലില്ല, സ്വന്തം വജ്ഹിനെ അള്ളാഹുവിൽ സമർപ്പിച്ചവനേക്കാൾ നല്ല മാർഗം ആരുടേതാണ്? ദീന്, അതിനേക്കാൾ നല്ല ഇത്താഅത്ത് ആരുടേതാണ്? വഹുവ മുഹ്സിനുൻ, മുഹ്സിനായിക്കൊണ്ട്. എന്നിട്ട് വത്തബ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിമിൻ്റെ വക്രതയില്ലാത്ത മില്ലത്തിനെ പിൻപറ്റിയവനേക്കാളൊക്കെ നല്ല ദീന് പിന്നെ ആരുടേതാണ്? വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അള്ളാഹു വളരെ പ്രിയപ്പെട്ട ഡിയറായിട്ടുള്ള ഒരാളായിട്ട് അള്ളാഹു അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്തു. സൂറ അന്നാമിൽ കാണാം, ഖുൽ ഇന്നനി ഹദാനി റബ്ബി ഇലാ സിറാത്തി മുസ്തഖീമിൻ ദീനൻ ഖയ്യിമൻ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, എന്നെ എൻ്റെ റബ്ബ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഗൈഡ് ചെയ്തിരിക്കുന്നു. ആ സിറാത്തുൽ മുസ്തഖീം എന്താ? ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, വക്രതയില്ലാത്ത സ്ട്രെയിറ്റ് ആയിട്ടുള്ള ദീനാണ്. ഇബ്രാഹീമിൻ്റെ മില്ലത്താണത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ഇല്ലാത്ത ഋജുവായ പാത. അത്രയും സിഫത്തുകൾ അതിന് പറയുന്നു. വമാക്കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. കുൽ, പറയുക, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ എല്ലാം, എൻ്റെ ആരാധനകളും ബലികളും ജീവിതവും മരണവുമെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വ ബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ, അത് അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാനാണ് ഫോർമോസ്റ്റ് മുസ്ലിം, ഞാനാണ് ഏറ്റവും ആദ്യം സമർപ്പിച്ചവൻ ഞാനാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത്. ആ ഇബ്രാഹിമിനെ കുറിച്ച് തന്നെയാണ് സൂറ നഹലിൽ പറയുന്നത്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ല ഹനീഫൻ.
ഹനീഫനായിട്ട് അള്ളാഹുവിനെ വണങ്ങുന്ന, അള്ളാഹുവിനു വേണ്ടി നിലകൊണ്ട, അവന് ഇബാദത്ത് ചെയ്ത, അവൻ്റെ ആജ്ഞകളൊക്കെ അനുസരിച്ച, യാതൊരു വക്രതയുമില്ലാത്ത ഇബ്രാഹിം കാന ഉമ്മത്തൻ കാനിത്തായ ഒരു ഉമ്മത്തായിരുന്നു, ഒരു ലീഡറായിരുന്നു. അള്ളാഹുവിനു വേണ്ടി സ്ട്രെയിറ്റായിട്ട് നിലകൊണ്ട ഒരു നേതാവായിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ നേതാവായിരുന്നു. ഉമ്മത്തിന് ജനറേഷൻ എന്ന അർത്ഥമുണ്ട്, നേതാവ് എന്ന റോൾ മോഡൽ എന്ന അർത്ഥമുണ്ട്. അദ്ദേഹം ഒരു റോൾ മോഡലായിരുന്നു. വലം യക്കു മിനൽ മുഷിരിക്കീൻ, അദ്ദേഹം ഷിർക്കുകാരിൽ മുഷിരിക്കീങ്ങളിൽപ്പെട്ടവനല്ല. മാത്രമല്ല ഷാക്കിറൻ ലി അൻഉമിഹി ഇജ്തബാഹു അദാഹു ഇലാ സിറാത്തി മുസ്തഖീം, അദ്ദേഹത്തിന് നൽകപ്പെട്ട എല്ലാ നിഅമത്തും ആ നിഅമത്തിനോട് നന്ദിയുള്ളവനായിരുന്നു. അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുത്തു, അള്ളാഹു തെരഞ്ഞെടുത്തു, അള്ളാഹു അദ്ദേഹത്തെ ഗൈഡ് ചെയ്തു. ഇലാ സിറാത്തി മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് അദ്ദേഹത്തെ നേർമാർഗത്തിലേക്ക് ഗൈഡ് ചെയ്തു. വാതൈനാഹു ഫിദ്ദുന്യ ഹസന, ദുനിയാവിൽ അദ്ദേഹത്തിന് നന്മകൾ നൽകി. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ, ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽപ്പെട്ടവനാണ്. എന്നിട്ട് പറഞ്ഞു സുമ്മ ഉഹൈന ഇലൈക്ക, നാം താങ്കൾക്ക് ബോധനം നൽകി, വഹി നൽകി. എന്താണത്? അനിത്തബിഅ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹീമിൻ്റെ ഹനീഫായ മില്ലത്തിനെ പിൻപറ്റാനാണ്. ഒമാഖാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ഷിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. ഇങ്ങനെ ഇബ്രാഹിമിനെ പറയുന്ന സ്ഥലത്തൊക്കെ ഹനീഫനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മാർഗം വളരെ സ്ട്രെയിറ്റായിരുന്നു, വക്രതയില്ലാത്തതായിരുന്നു, മുസ്ലിമായിരുന്നു എന്ന് സിഫത്തുകൾ, അധികം സിഫത്തുകൾ കൊണ്ട്, ഇത്തരം സിഫത്തുകൾ കൊണ്ട് അദ്ദേഹത്തെ വർണ്ണിക്കുന്നത് കാണാം. ബലിത്തബ അല്ലദീന ലലമു അഹ്വാഹും ബിഗൈരി ഇൽമിൻ ഫമൻ യഹ്ദി മൻ അളല്ലല്ലാഹ് വമാ ലഹും മിൻ നാസിരീൻ, അക്രമികൾ പിൻപറ്റിയത് അവരുടെ ഇച്ഛകളെയാണ് ഇൽമില്ലാതെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഹനീഫായ ദീനിന് നീ നിൻ്റെ മുഖത്തെ തിരിക്കുക എന്നുള്ളതാണ്. ആ ഹനീഫായ ദീൻ ഏതാണ്? ഫിത്രത്ത് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫിത്രത്താണത്, അള്ളാഹു നൽകിയ പ്രകൃതിയാണത്. അല്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു ഏതൊരു പ്രകൃതിയിലാണോ ജനങ്ങളെ സംവിധാനിച്ചത് ആ ഒരു പ്രകൃതിയിലേക്ക് നീ നിൻ്റെ മുഖത്തെ തിരിക്കുക. ഇപ്പോൾ ഇബ്രാഹിം അത്തരത്തിലുള്ള ഒരു ശുദ്ധ പ്രകൃതിക്കാരനായിരുന്നു. ആ ശുദ്ധ പ്രകൃതി കൊണ്ട് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഹിദായത്ത് മനസ്സിലായാൽ പ്രവാചകന്മാരെ മനസ്സിലാകും, പ്രവാചകന്മാരെ പിൻപറ്റും. പിന്നെ പ്രവാചകന്മാരിലൂടെയാണ് കൂടുതൽ വലിയ ഹിദായത്തിലേക്ക് ഒരാൾ എത്തിപ്പെടുന്നത്. അള്ളാഹു നൽകുന്ന ഹിദായത്ത് മാത്രം മതിയാകുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകത്വം എന്ന ഒരു സംവിധാനം വെച്ചത്. പ്രവാചകന്മാരെ അതിനാണ് ഇറക്കിയത്, അയക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു മാധ്യമമാണ്. അള്ളാഹു മനുഷ്യന് പലതും നൽകുന്നത് മാധ്യമങ്ങളിലൂടെയാണല്ലോ, നേരിട്ടല്ല നൽകുന്നത്. മനുഷ്യന് ഭക്ഷണം നൽകുന്നതിന് മാധ്യമമുണ്ട്, മനുഷ്യന് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും പല മാധ്യമങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അത്തരത്തിൽ അള്ളാഹു മാധ്യമം നിശ്ചയിച്ചിരിക്കുന്നു അള്ളാഹുവിലേക്ക് എത്താൻ. അതാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ മനസ്സിലാക്കാൻ വേണ്ട ഹിദായത്ത് അള്ളാഹു മനുഷ്യപ്രകൃതിയിൽ നൽകിയിരിക്കുന്നു. അങ്ങനെ പ്രവാചകന്മാരെ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രവാചകന്മാരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാകും. അപ്പം പ്രവാചകനുണ്ടാവുക, പ്രവാചകൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ യഹൂദിയാകൂ നസ്രാനിയാകൂ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല, മില്ലത്തൊന്നും ആവശ്യമില്ല എന്നല്ല പറയുന്നത്. ഇബ്രാഹീമിൻ്റെ മില്ലത്തിനെ പിൻപറ്റാനാണ്. അപ്പോൾ ഒരു മില്ലത്ത് ആവശ്യമുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഖൂലു ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇല ഇബ്രാഹിമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത്, പറയൂ ഞങ്ങൾ അള്ളാഹുവിൽ ഈമാനുള്ളവരാണ്, അതുപോലെ അള്ളാഹു ഇബ്രാഹീമിൽ ഇറക്കിയതിലും, അള്ളാഹു ഞങ്ങൾക്കിറക്കിയതിൽ ഈമാനുള്ളവരാണ്, ഇബ്രാഹീമിൽ ഇറക്കിയതിലും ഇസ്മായിലിൽ ഇറക്കിയതിലും ഇസ്ഹാക്കിന് അവതരിപ്പിച്ചതിലും യാക്കൂബിന് നൽകപ്പെട്ടതിലും ഇറക്കപ്പെട്ടതിലും വൽ അസ്ബാത്ത് എന്നുള്ളത് ട്രൈബുകൾ എന്നാണ് ലിറ്ററലി. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പുത്രന്മാരെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പൊതുവായ വ്യാഖ്യാനം. യാക്കൂബിൻ്റെ സന്തതികളിൽ, ട്രൈബുകളിൽ, 12 ഗോത്രങ്ങളിൽ അവരിൽ ഇറക്കപ്പെട്ടതിൽ വമാ ഊത്തിയ മൂസ വ ഈസ, മൂസാക്ക് നൽകപ്പെട്ടതും ഈസാക്ക് നൽകപ്പെട്ടതുമായ മാർഗനിർദ്ദേശങ്ങളിൽ, ശരീഅത്തിൽ, അതുപോലെ വമാ ഊത്തിയ നബിയൂന മിർ റബ്ബിഹിം, റബ്ബിൽ നിന്ന് നബിമാർക്ക്, എല്ലാ നബിമാർക്ക് നൽകപ്പെട്ടതിലും ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഞങ്ങൾ യാതൊരു വിവേചനവും കൽപ്പിക്കുന്നില്ല, പ്രവാചകന്മാർക്കിടയിൽ വിവേചനം ഞങ്ങൾ വെക്കുന്നില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന്
അവന് സമർപ്പിക്കുന്ന ആളുകളാണ്. ഇതുപോലെയുള്ള ഈമാൻ യഹൂദർക്കുണ്ടെങ്കിൽ നസാറാക്കൾക്കുണ്ടെങ്കിൽ അവരും സന്മാർഗം പ്രാപിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഫൈൻ ആമനു ബിമിഥിലിമ ആമൻ തുംബിഹി ഫഖദ് ഹിത്തതോ. ഇതുപോലത്തെ ഒരു ഈമാൻ, നിങ്ങൾ ഈ വിശ്വസിച്ച പോലെ ഉള്ള കാര്യങ്ങളിൽ ഇതുപോലെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് ഹിത്തതോ, അവരും സന്മാർഗം പ്രാപിക്കും. പ്രവാചകന്മാരിൽ വിവേചനമില്ലാതെ എല്ലാ പ്രവാചകന്മാരെയും ഒരേ കണ്ണിയിലെ ഒരേ ചെയിനിലെ അംഗങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അവരും സന്മാർഗം പ്രാപിക്കും. ഇനി അവർ പിന്തിരിയുകയാണെങ്കിലോ, ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ട് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിലോ, അതിൻ്റെ അർത്ഥം അവർ നിങ്ങളുമായിട്ട് ശത്രുതയിലാണെന്നാണ്. ഫൈൻ തവല്ലൗ ഫൈന്നമാഹും ഫി ഷിഖാഖ്. അവർ പിന്തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വെറുപ്പിലാണ്, നിങ്ങളുമായിട്ട് അകൽച്ചയിലാണ്, ശത്രുതയിലാണ്. അതുകൊണ്ട് തന്നെ അവർ പലതും മെനയും, പലതും പറഞ്ഞുണ്ടാക്കും, പല പദ്ധതികളും ആവിഷ്കരിക്കും. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. ഫസയക്ക് ഫീ കഹുമുള്ള, നിനക്ക് അവർക്കെതിരിൽ അള്ളാഹു മതിയായതാണ്. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്. അവരെന്തൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുന്നവനാണ്. അൽ അലീം, എല്ലാം അറിയുന്നവനുമാണ്. എന്നിട്ടാണ് പറയുന്ന സിബ്ഗത്ത്, അള്ളാഹുവിൻ്റെ വർണ്ണം. സിബ്ഗത്ത് എന്നത് ലിറ്ററലി വർണ്ണമാണ്. അത് മാമോദിസക്കും പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മറ്റൊന്നിലേക്ക് പൂർണ്ണമായിട്ട് മുക്കുക, നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം കളറിലേക്ക് മുക്കുക. അപ്പം കളറ് നൽകുന്നതിന് പറയും, ഒന്ന് മറ്റൊന്നിലേക്ക് മുക്കുന്നതിന് പറയും. അതുപോലെ വെള്ളത്തിലൊക്കെ മുങ്ങി മാമോദിസ പോലെയുള്ള സംഗതിക്കും ഉദ്ദേശിക്കാം. അതുകൊണ്ട് ഇവിടെ മാമോദിസ ഉദ്ദേശിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അല്ല, അള്ളാഹുവിൻ്റെ ശുദ്ധ പ്രകൃതിയാണ് ഉദ്ദേശിച്ചത്, അള്ളാഹുവിൻ്റെ ദീനാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ വർണ്ണം എന്നതാണ് ഇതിന് ലിറ്ററലി നൽകുന്ന അർത്ഥം. അള്ളാഹുവിൻ്റെ വർണ്ണം, ആ വർണ്ണമാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതിനേക്കാൾ നല്ല വർണ്ണം, വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിൻ്റെതിനേക്കാൾ നല്ല സിബ്ഗത്ത്, അവൻ്റെതിനേക്കാൾ നല്ല നിറം വേറെ ഏതാണ്? അല്ലെങ്കിൽ അവൻ നൽകിയ ശുദ്ധ പ്രകൃതിയേക്കാൾ നല്ലതും മറ്റെന്താണ്? അതാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. വനഹ്നു ലഹു ആബിദൂൻ, അവന് ഇബാദത്ത് ചെയ്യുന്ന, അവന് സമർപ്പിക്കുന്ന, അവനനുസരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, അവന് ഇബാദത്ത് ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് പറയുന്നു, കുൽ, ചോദിക്കുക, തുഹാജൂനനാ ഫില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുകയാണോ? നേരത്തെ പറഞ്ഞല്ലോ, യഹൂദരാകണമെങ്കിൽ ആ ഗോത്രത്തിൽ ചേരണം, യഹൂദിയാകണം സന്മാർഗം പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സന്മാർഗം പ്രാപിക്കാൻ നസാറാക്കളിൽ പെടണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയുന്നത്? അപ്പം അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കുകയാണോ? അള്ളാഹു എന്താണ് പറഞ്ഞത്, എന്താണ് അവതരിപ്പിച്ചത് എന്നൊക്കെയുള്ള വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണോ? വഹുവ റബ്ബുന വ റബ്ബുക്കും, ഞങ്ങളുടെയും നിങ്ങളുടെയൊക്കെ റബ്ബ് അവനായിരിക്കെ, നമ്മുടെയൊക്കെ റബ്ബ് അവനാണല്ലോ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ നമ്മോട് തർക്കിക്കുകയാണോ? വലന അമാലുന, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമലുണ്ട്, വലക്കും അമാലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ അമൽ, വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ മുഖ്ലിസീങ്ങളാണ്, ഞങ്ങൾ നിഷ്കളങ്കരാണ്. ഒന്നും കലർപ്പില്ലാത്ത രീതിയിൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ, അല്ലെങ്കിൽ അള്ളാഹു തന്ന ദീനിൽ യാതൊരു കലർപ്പുമില്ലാത്ത രീതിയിൽ അതുപോലെ അള്ളാഹുവിനെ പിൻപറ്റുന്നവരാണ്. ഇനി നിങ്ങൾ ഞങ്ങളോട് തർക്കിക്കണ്ട, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങൾ എന്ന രീതിയിൽ പറയാനാണ് കുൽ, അവരോട് ചോദിക്ക് എന്ന് പറഞ്ഞാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയൂ, നാം തഖൂലുന, നിങ്ങൾ പറയുകയാണോ, ഇന്ന ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ വ യാക്കൂബ വൽ അസ്ബാത്ത കാനു ഹൂദൻ ഔ നസാറ, ഇബ്രാഹീമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും അദ്ദേഹത്തിൻ്റെ 12 മക്കളും ആ ഗോത്രവും ഒക്കെ യഹൂദരാണ് അല്ലെങ്കിൽ നസാറാക്കളാണെന്നാണ് നിങ്ങൾ പറയുന്നത്? കുൽ, ചോദിക്ക്, ആ അന്തും അഅലമുമില്ല, അള്ളാഹ്ക്കാണോ നിങ്ങൾക്കാണോ നന്നായിട്ട് അറിയാവുന്നത്? എങ്ങനെയാണ് അവർ യഹൂദരാകുന്നത്? ഇബ്രാഹിം എങ്ങനെയാണ് യഹൂദിയാകുന്നത്? ഇസ്മായിൽ എങ്ങനെയാണ് യഹൂദിയാകുന്നത്? അല്ലെങ്കിൽ ഇസ്ഹാഖ് എങ്ങനെയാണ് യഹൂദിയാകുന്നത്? യഹൂദി എന്നവർ പറയുന്നത് തന്നെ യാക്കൂബ് നബിയുടെ 12 മക്കളിൽപ്പെടുന്നവരാണ്. അതിൽ തന്നെ പിൽക്കാലത്ത് യഹൂദ അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മാത്രം ട്രൈബ് അവശേഷിച്ചതുകൊണ്ട് അദ്ദേഹത്തിൽ ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇബ്രാഹിമും ഇസ്ഹാഖും ഒക്കെ എങ്ങനെയാണ് യഹൂദിയാകുന്നത്? മൂസാക്ക് ശേഷമാണ് അവരവരുടെ ഒരു മതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ മൂസാക്കൊക്കെ എത്രയോ മുമ്പുണ്ടായിരുന്ന ഇവരൊക്കെ എങ്ങനെയാണ് യഹൂദിയാകുന്നത്? അപ്പോൾ ഇവരൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ലേ? ആ മാർഗം ഏതാണ്? അതേതെങ്കിലും ഒരു ട്രൈബിനോട് അല്ലെങ്കിൽ ഒരു ജനതയോട് ബന്ധപ്പെടുത്തി മാത്രമാണോ അള്ളാഹുവിൻ്റെ ഹിദായത്ത്? അപ്പോൾ അവരോട് ചോദിക്ക് എന്ന് പറയുകയാണ്. നിങ്ങൾക്കാണോ അറിയാവുന്നത്?
ആന്തും അയലമു അമില്ല, അള്ളാഹ്ക്കാണോ അറിയാവുന്നത്. വമൻ അളുലമു മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഷഹാദത്ത് മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? ആ ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലായിക അഹ്ലുൽ കിതാബി ഖതമുൽ ഇസ്ലാമ വഹും യഅലമൂന അന്നഹു ദീനുള്ള, അത് അള്ളാഹുവിൻ്റെ ദീനാണ് ഇസ്ലാം, സമർപ്പണമെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ മറച്ചു വെച്ചവർ. വത്തഖദുൽ യഹൂദിയ വൻ നസ്രാനിയ, എന്നിട്ട് യഹൂദിയത്തും നസ്രാനിയത്തും സ്വീകരിച്ചവർ. വഖതമു മുഹമ്മദൻ വഹും യഅലമൂന അന്നഹു റസൂലുള്ള, മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അതൊക്കെ മറച്ചു വെച്ചവർ. യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇഞ്ചീൽ, മുഹമ്മദിനെക്കുറിച്ച് തൗറാത്തിലും ഇഞ്ചീലിലും ഉള്ള കാര്യവും അവരുടെ ഓറൽ ട്രഡീഷനിലൊക്കെ ഉള്ള കാര്യവും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് പിൽക്കാലത്ത് അവരതൊന്നും പഠിപ്പിക്കാതെ പിന്നെ കുറേ തലമുറ അതൊന്നും അറിയാത്ത ആളുകളായി മാറി. അങ്ങനെ മറച്ചു വെച്ചു. അക്കാലത്താണ് മറച്ചു വെച്ചത്. റസൂലുള്ളാഹിൻ്റെ കാലമാകുമ്പോൾ മറച്ചു വെച്ച കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ഒരു സംഗതിയൊന്നും നമുക്ക് അവരിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രവാചകൻ്റെ ആഗമനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ സാധ്യതയെക്കുറിച്ചോ ഒന്നും അവർ പറയുന്നില്ല. പ്രവാചകൻ വരില്ല എന്ന് കൃത്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും പ്രവാചകൻ വരും എന്നും സൂചിപ്പിക്കുന്ന ഒന്നുമുള്ളതായിട്ട് അവർ പറയുന്നില്ല അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും. അതൊക്കെ മറച്ചു വെച്ചു. അതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു അണവേറല്ല, അവൻ അറിയാത്തവനല്ല, അവൻ എല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ള അക്രമം, നിങ്ങളുടെ ഇത്തരം അക്രമങ്ങൾ അവൻ അറിയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, തിൽക്ക ഉമ്മത്തുൻ കദ് ഖലത്ത്, അത് കഴിഞ്ഞുപോയ ഒരു ഉമ്മത്താണ്. ലഹാമ കസബത്ത്, അവർക്ക് അവർ സമ്പാദിച്ചതുണ്ട്. വലക്കുമ്മ കസബ്തും, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിക്കുന്നതുണ്ട്. വലാ തുസ്അലൂന അമ്മാ കാനു യഅമലൂൻ, അവരെന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നൊന്നും നിങ്ങളോട് ചോദിക്കുകയില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞു, ഇപ്പോൾ ഉള്ളത് നിങ്ങൾ പുതിയതാണ് എന്ന കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു ഖിബില മാറ്റത്തിലേക്ക് നീങ്ങുകയാണ്. പുതിയ ശരീഅത്ത്, പുതിയൊരു ഡയറക്ഷനെക്കുറിച്ച് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കത് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.